ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഏകദേശം ഞങ്ങൾ ഡ്രൈവിംഗ് ഇങ്ങനെ പഠിക്കാൻ വന്നതാണ്. അതായത് ഇപ്പോൾ നല്ല മനോഹരമായ സ്ഥലത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. ബന്ദർകടവിൻ്റെ അവിടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ മോള് ഏകദേശം പഠിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതാ വീഡിയോ കണ്ടോളി. മോള് ഓടിക്കണ്. മോള് ഏകദേശം ക്ലിയർ ആയിക്കണ്. പിന്നെ പെണ്ണുങ്ങളിപ്പോൾ അത് ഏകദേശം ഇപ്പോൾ സ്കൂട്ടിയൊക്കെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ കാറൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്ഥലം ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല അടിപൊളിയാണ് ഈ സ്ഥലം കാണാൻ. നിങ്ങൾ ഉഷാറാണ്. നല്ല ഒരു അടിപൊളി ഭംഗിയുള്ള സ്ഥലം. നമ്മൾ ഡ്രൈവിംഗ് എടുത്ത ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പം ഇത് ബന്ദർകടവ് എന്ന് പറയും. നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്തുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ അറിയില്ല. കപ്പലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കടവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് വലിയ ചരിത്രങ്ങൾ കൂടുതലായിട്ട് അറിയില്ല. ഇവിടെ ഒരുപാട് പ്രസിദ്ധമായ സ്ഥലമാണ് തിരുനാവായ. അവിടെയാണ് ഈ ബന്ദർകടവുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഏതാ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് എച്ചൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട് എച്ച് റെഡി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്രൗണ്ടിൽ വന്ന് സെറ്റാക്കിയതാണ്. പക്ഷെ ഒന്നും കൂടി രാവിലെ വരികയാണെങ്കിൽ ഒരുപാട് മയിലുകളെ കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാ തണല് തണുപ്പൊക്കെ കണ്ടിട്ട് ഒരു ഊട്ടി പോലത്തെ ഒരു സ്ഥലം. നല്ല ഭംഗിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കടവിക്ക് പോണത്. ബന്ദർകടവ് ഉണ്ടെന്ന് കേട്ടിട്ട് 10-20 വർഷമാവാനായി ഇവിടെ വന്നിട്ട്. എന്നാലും ഇപ്പോഴാണ് കാണുന്നത്. നല്ല അടിപൊളി സ്ഥലത്താ. നല്ല ഭംഗിയുണ്ട്. വൈകുന്നേരം ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയ ഏരിയ അല്ലേ സുമനെ? നല്ല മനോഹരമായ പച്ചപ്പാണ്. ഞാനും ആശുമോനും ഇങ്ങനെ ലാശുമോ നോക്ക് ഇവിടെ കാണാൻ ചെല്ല. ഞങ്ങളിങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കണം. നല്ല മയിലൊക്കെ ഉണ്ട്. മയിലിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. മയിലിനെ കാണാനില്ല. അടിപൊളിയായിട്ടോ. ഒരു മാവാണ്. ഇതാണ് ബന്ദർകടവ് പോയ. അപ്പുറം സ്ഥലത്ത് കൊണ്ട് ഞങ്ങളെ നവായ അമ്പലത്തിലെത്തുന്നതിന് മുമ്പാണ്. ബന്ദർകടവ് എന്ന് പറഞ്ഞാലും അത് ഭാരതപ്പുഴയാണ് കേട്ടോ. അടിപൊളി ഭംഗിയുള്ള സ്ഥലം. നല്ല ഭംഗിയുള്ള. അപ്പൊ ഇവിടെ മീനൊക്കെ പിടിക്കാൻ പറ്റൂ. ആൾക്കാർ ഇവിടെ എല്ലുണ്ട്. അപ്പൊ ഇതാണ് അങ്ങനെ സ്ഥലം. മൂന്ന് സ്ഥലം ഉണ്ടല്ലോ പോയേക്കറിഞ്ഞ. അടിപൊളി സ്ഥലമാണ്. വൈകിട്ടോ രാവിലെ പോയാൽ മതി. അടിപൊളി സ്ഥലം കേട്ടോ. അതാണ് നല്ല അതൊരു തിന്നണ പയാണ്. എനിക്കറിയില്ല. കൊറേ ദിവസമായി കണ്ടിട്ട്. കാരണം പച്ചക്കറിപ്പ കൂട്ടി തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന ആ സാധനത്തിൽ ആദ്യം തൊള്ളാക്ക് ഇടുക. എന്നിട്ട് കയ്പങ്ങ പച്ചവെള്ളം തിന്നിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല സൗണ്ടില്ല. അതെ ഒരു സൗണ്ട് വണ്ടി അതെ ഒന്ന് പോയിട്ട് കാണിച്ചിട്ട് ഒന്നുകൂടി ഉണ്ട്. നല്ല സോപ്പ് ഇതാണ് ബന്ദർകടവ്. ഇതാണ് നമ്മുടെ ബന്ദർകടവ്. ഇതെന്താണ്? ഇത് നമ്മൾ കൊറേ ബോർഡുമ്പോ കണ്ടല്ലേ. ഇതാണ് അല്ല നമ്മളൊക്കെ ചില സേഫാണ്. ഇങ്ങോട്ട് കയറ്റാൻ പോവാ. എന്ത് രസമുള്ള സ്ഥലം.
അപ്പൊ അതാണ് പോയ അങ്ങോട്ടും കാണിച്ചു കൊടുത്താൽ പോയേക്ക് ഞങ്ങളെ ബാക്കി തന്നെ പോയൊക്കെ ഉണ്ട് ഈ വന്നിട്ട്. അപ്പൊ ആ കിളികളൊക്കെ ഇവിടെ അടുത്തുണ്ട്. അപ്പൊ അങ്ങനെ പോവാ, അങ്ങനൊക്കെ ഇറങ്ങിട്ട് പോവാ പോയേക്ക് കേട്ടോ. തിരക്ക് ഇറങ്ങി പോവാം കടയിലേക്ക് ഇങ്ങനെ പോകും. അണ്ണാരക്കണ്ണൻ. അപ്പൊ അരിനെല്ലിക്കണ്ണ മരം തിന്നാണ്. അപ്പൊ ഇങ്ങനെ തിന്ന് പോവാണ്. പോവാ ഒരു പോയ നമ്മളെത്ര നിങ്ങൾ വന്നാ കടവ് അടിപൊളിയായിട്ട് കാണിക്കാത്തത് അവിടെ പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ, അതായി കാണിക്കാത്തത്. ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിരുന്നു കുറച്ച് ദിവസം മുമ്പ്, അതിലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നല്ല മനസ്സമാധാനത്തിന് പോയിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ പെണ്ണുങ്ങൾ ഒറ്റയ്ക്കൊന്നും പോയിരിക്കരുത്, കാരണം വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒപ്പം കൂട്ടിയിട്ടൊക്കെ പോവാം. പിന്നെ നമ്മൾ ഡ്രൈവിങ്ങൊക്കെ പഠിക്കാൻ ഈ ഗ്രൗണ്ടിൽ നല്ല സുഖമാണ്. അവിടെ പന്ത് കളിക്കുന്ന ഗ്രൗണ്ട് കേട്ടോ. വൈകുന്നേരം പന്ത് കളിക്കും, നല്ലൊരു കാറ്റും തണുപ്പൊക്കെയുള്ള സ്ഥലം. അപ്പോൾ ഞാൻ ഏകദേശം സ്കൂട്ടി സെറ്റായി, കാറും സെറ്റായിക്കണേ. ഡ്രൈവിംഗ് സ്കൂളിനായപ്പോൾ സെറ്റായ പോരല്ലോ, നമ്മൾ നമ്മളതായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ സ്കൂട്ടി ഒന്നും കൂടി ഓടിച്ചു നോക്കാം. പക്ഷേ ഇപ്പോൾ ബൈക്കാണ് ഇട്ടിടാൻ. അപ്പോൾ ബൈക്കിൽ എനിക്ക് എട്ട് റെഡിയായില്ല. പക്ഷേ സ്കൂട്ടി ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. സ്കൂട്ടിയല്ല ഇപ്പം നമ്മൾ ഓടിക്കാനുള്ളത്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.